അത്യാധുനിക സാങ്കേതിക മികവ് തെളിയിച്ച ഡിഫൻസ് ഇലക്ട്രോണിക്സ്, സ്പേസ് ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, തലസ്ഥാന നഗരിയെ വർണ്ണശോഭയിലാക്കി ഘോഷയാത്ര ഓണം വാരാഘോഷത്തിന്റെ സമാപനം അറിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നു. സൂര്യ, ഈ ഒരു നാടും നഗരവും ഒരു ഉത്സവ ലഹരിയിലാണ്. ഈ ഒരു ഓണം ആഘോഷങ്ങൾക്കൊരു സമാപനമായിട്ടുള്ള സമാപന ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തിരുവോണ നാളിൽ ഓണാഘോഷം വീടുകളിൽ സമാപിച്ചെങ്കിൽ തലസ്ഥാനത്ത് ഓണാഘോഷം സമാപിക്കുന്നത് അത് ഇന്നാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഓണം ആഘോഷം അത് തലസ്ഥാനത്ത് കൊണ്ടാടുകയായിരുന്നു. തലസ്ഥാനത്തെ ഒരാഴ്ച നീളുന്ന ഓണം വാരാഘോഷം ഈ ഘോഷയാത്രയോട് കൂടി ഇന്നിപ്പോൾ സമാപനം കുറിക്കുകയാണ്. ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷം കനകക്കുന്നിൽ വിനീത് ശ്രീനിവാസന്റെ ഗാനമേള, അതുപോലെ തന്നെ മറ്റ് വേദികളിലൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികൾ അരങ്ങേറുന്നുണ്ട് രാത്രി. അതോടുകൂടി ഇന്നത്തെ ദിവസത്തോടുകൂടി ഓണം വാരാഘോഷം അത് എല്ലാ അർത്ഥത്തിലും സമാപനം കുറിക്കുകയാണ്. ഇന്നലെ തൃശൂർ പുലികളുടെ ഒരു ആഘോഷം, ഒരു മേളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തലസ്ഥാനത്ത് ആളുകളുടെ കണ്ണും മനസ്സും നിറച്ചുകൊണ്ടാണ് ഈ ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഫ്ലോട്ടുകൾ, കലാരൂപങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എവിടെയാണ് അവസാനിക്കുന്നത്, എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ള കൗതുകത്തോടു കൂടി ഇങ്ങനെ അത് നോക്കി കാണുകയാണ്. അത് കുട്ടികൾ കൗതുകത്തോടെ ഫ്ലോട്ടുകളൊക്കെ തന്നെ, കലാരൂപങ്ങളൊക്കെ തന്നെ നോക്കി കാണുന്നുണ്ട്. കുട്ടികളെ പോലെ തന്നെ കൗതുകത്തോടു കൂടി പ്രായഭേദമന്യേ ഈ ഘോഷയാത്ര ആസ്വദിക്കുകയാണ് ആളുകൾ. അത് ഈ വെള്ളമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ച അവിടെ മുതൽ കിഴക്കേക്കോട്ടയിൽ ഘോഷയാത്ര സമാപിക്കുന്ന സ്ഥലത്ത് വരെ ഇരുവശങ്ങളിലായിട്ട് ചാലുപോലെ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് നടുവിലൂടെയാണ് ഈ ഘോഷയാത്ര ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഓണം വാരാഘോഷം ആഘോഷിക്കാൻ കഴിയാത്തതിന്റെ വലിയ നിരാശ തിരുവനന്തപുരത്തുകാർക്കുണ്ടായിരുന്നു. ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും തന്നെ ആ ദുഃഖം കൂടി ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഓണമൊക്കെ തന്നെ ചെറിയ രീതിയിലെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മറികടക്കാൻ തക്കവണ്ണം അതിവിപുലമായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇത്തവണ ഓണം വാരാഘോഷം തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിന്റെ സമാപനം കുറിച്ച് നടക്കുന്ന ഓണം ഘോഷയാത്രയായാലും ഈ കഴിഞ്ഞ ഒരാഴ്ച എത്രത്തോളം വലിയ ആഘോഷമായിരുന്നു തലസ്ഥാന നഗരിക്ക് ഉണ്ടായിരുന്നത്, അതിലും വലിയ ആഘോഷം സമാപിക്കുന്ന ഈ വേളയിലും അതൊട്ടും നിരാശപ്പെടുത്തുന്നില്ല ആളുകളെ എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നൊക്കെ തന്നെ കാണാൻ സാധിക്കും. വളരെ വിപുലമായിട്ട് തന്നെയാണ് ഇത്തവണ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി ഈ ഘോഷയാത്രയിൽ വലിയ പ്രത്യേകത ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തവണ എടുത്തു പറയേണ്ട ഒരു കാര്യം. ജാർഖണ്ഡ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഓണാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റുകൂട്ടുന്ന, മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളീയരുടെ, മലയാളികളുടെ ഓണാഘോഷമാണ്. ആ ഓണാഘോഷത്തിന്റെ ഭാഗമാകാൻ നമ്മുടെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ എത്തുന്നു. അവർ നമുക്ക് കാഴ്ചാവിരുന്ന് ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഓണം ഘോഷയാത്രയുടെ ഭാഗമാകുന്നു. അവരുടെ കലാരൂപങ്ങൾ അത് നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നു, അവതരിപ്പിക്കുന്നു, അവരുടെ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതിൽ അപ്പുറം മറ്റ് ഒരു പ്രത്യേകതയും ഈ ഘോഷയാത്രയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്ത് നടന്നു വന്നിരുന്ന ഓണപരിപാടികളായാലും മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയൊക്കെ പുതുമ കൊണ്ടുവരാം, എങ്ങനെയൊക്കെ ജനപ്രിയമാക്കി മാറ്റാം
ഓണം ആഘോഷം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരുന്ന പരിപാടികളായിരുന്നു. അത് നേരത്തെ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ തന്നെ പറഞ്ഞതുപോലെ മെഗാ ഡ്രോൺ ഷോ, തലസ്ഥാന നഗരി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യ വിസ്മയമൊരുക്കിയ ഡ്രോൺ ഷോ, അത് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു. മറ്റൊന്ന് കനകക്കുന്നിൽ വിവിധങ്ങളായിട്ട് തയ്യാറാക്കിയിരുന്ന പലതരത്തിലുള്ള ഒക്കെ തന്നെ കൂടുതൽ അത് വന്ന സമയം മുതൽ തന്നെ എന്നാണോ ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് തുടക്കമായത് അന്ന് മുതൽ തന്നെ ജനങ്ങൾക്ക് പ്രിയമായി നിലനിന്നിരുന്നൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഓണം വാരാഘോഷം സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഘോഷയാത്രയായാലും അത് ആരെയും നിരാശപ്പെടുത്താതെ ായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് സമാപിക്കുക, അടുത്തത് എന്താണ് എന്ന് ഇങ്ങനെ ഉറ്റുനോക്കുന്ന കുട്ടികളെ കാണാം, മുതിർന്നവരെ കാണാം, പ്രായമായവരെ ഒക്കെ നമുക്ക് കാണാം. എല്ലാവരും അതിന്റെ കൗതുകത്തിൽ ഇങ്ങനെ ഓണം ഘോഷയാത്ര ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തോടു കൂടി തലസ്ഥാനത്തെ ഓണം വാരാഘോഷം, സംസ്ഥാനത്ത് തന്നെ ഓണം വാരാഘോഷ പരിപാടികളൊക്കെ തന്നെ സമാപിക്കുകയാണ്. വളരെ നിരാശയുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ എന്താഘോഷം തന്നെ ആയാലും ആദ്യം തെളിയുന്ന ദീപാലങ്കാരങ്ങളുണ്ട്. ആ ദീപാലങ്കാരം പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നത്. ഈ ഒരാഴ്ചക്കാലം തലസ്ഥാന നഗരി മറ്റൊരു നിറത്തിലായിരുന്നു. മനോഹരമായ വർണ്ണ നിറത്തിലാണ് തലസ്ഥാന നഗരി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ സമാപനത്തോടു കൂടി നാളെ മുതൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വലിയ നിരാശയുണ്ട്. അതുപോലെ തന്നെ കനകക്കുന്നിലായാലും മറ്റു വേദികളിലൊക്കെ ആയാലും രാത്രി പലതരത്തിലുള്ള പരിപാടികൾ, കലാപരിപാടികൾ അരങ്ങേറാറുണ്ട്. വീട്ടിലെ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് ഇറങ്ങുന്നു, തലസ്ഥാന നഗരിയിലേക്ക് ഇറങ്ങുന്നു. നാളെ മുതൽ അത് ഇറങ്ങാൻ കഴിയില്ലല്ലോ എന്നുള്ള വലിയ നിരാശ നിൽക്കുന്നു. പക്ഷേ ഈ സമയം അത് ആഘോഷത്തിൻ്റെതാണ്. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന പലതരത്തിലുള്ള വിസ്മയങ്ങൾ നിറച്ചുകൊണ്ടാണ് ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ചുള്ള ഈ ഘോഷയാത്ര ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ റീലാണോ എന്നൊക്കെ ചില സംഭവങ്ങളെ, ചില സന്ദർഭങ്ങളെയൊക്കെ തന്നെ പറയാറുണ്ട്. ഈ ഒരുക്കിയിരിക്കുന്ന ഫ്ലോട്ടുകളൊക്കെ തന്നെ നൂറുകണക്കിന് കലാകാരന്മാർ അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഫ്ലോട്ടുകളാണ്. പക്ഷെ അത് റീലാണോ റിയൽ ആണോ എന്നിങ്ങനെ അത് ഫ്ലോട്ടിങ്ങനെ മുന്നിൽ കൂടി പോകുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും. അത്രത്തോളം റിയലായിട്ട് മനോഹരമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ ഫ്ലോട്ടുകളും തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആഘോഷം തന്നെ നടത്തുന്നത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഘോഷയാത്ര ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇരുവശത്തുമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ തലസ്ഥാന നഗരി മുഴുവനായിട്ടും ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് ഒഴുകിയെത്തിയിരിക്കുകയാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഓരോ വർഷവും എന്ത് പുതുമ അല്ലെങ്കിൽ എന്തൊരു വിസ്മയമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു എന്ത് പുതുമയാണ് ഈ വർഷം ഉള്ളത് എന്നറിയാനായാണ് ഇത്രയും നിരവധി ആളുകളാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നിരവധി ആളുകളാണ് ഈ ഒരു ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം കാത്തു നിൽക്കുന്നത്. അതും ഈ ഒരു എന്താണ് പുതിയതായി ഈ വർഷം ഉള്ളത്, അല്ലെങ്കിൽ ഈ വർഷത്തെ ഘോഷയാത്രയിൽ എന്താണ് പുതുമയുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ലേ?